ഈ വർഷം നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു പാഠഭാഗമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഥവാ ലാഭവും നഷ്ടവും എന്നുള്ള ഒരു ഭാഗം. ലാഭം, നഷ്ടം എന്നിവ നമുക്ക് സുപരിചിതമായിട്ടുള്ള രണ്ട് വേർഡുകളാണ്. ഒരു കച്ചവടത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് വാക്കുകളാണ് ലാഭവും നഷ്ടവും. അതാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കണക്കുകളും അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസും മറ്റു കാര്യങ്ങളുമാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ളതിൻ്റെ ഡെഫിനീഷനായിട്ട് ഉള്ള കാര്യമാണ് ഇവിടെ കാണുന്നത്. A profit and loss statement (P&L) is a financial statement that summarizes the revenue, cost, and expenses incurred during a specific period of time, usually a year. അതാണ് കാണുന്നത് അല്ലേ. ഒരു ബിസിനസ് നടത്തുന്ന, ഒരു കച്ചവടം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ വർഷവും ഒരു P&L സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നുണ്ട്. P&L സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്. അത് സാമ്പത്തികമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതിൽ നമുക്ക് എന്തെല്ലാം കാണാൻ പറ്റും? അവരുടെ ചിലവ് എത്രയാണ്, അവരുടെ വരുമാനം എത്രയാണ്, അവർ ഈടാക്കുന്ന വില എത്രയാണ് എന്നുള്ള തുടങ്ങി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു കച്ചവടം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. These records provide information about a company's ability to generate profit by increasing revenue, reducing cost, or both. വരുമാനം വർദ്ധിപ്പിച്ചും വില കുറച്ചും എല്ലാം ഒരു കമ്പനിയുടെ ലാഭം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഈ ഒരു P&L സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നൽകുന്നുണ്ട്. P&L സ്റ്റേറ്റ്മെൻറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതിന് പുറമെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ റിസൾട്ട്സ് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നീ പേരുകളിലും P&L സ്റ്റേറ്റ്മെൻറ്റിനെ അറിയപ്പെടാറുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിശ്ചിത കാലയളവിൽ P&L സ്റ്റേറ്റ്മെൻറ്റ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് ആ ബിസിനസ്സിനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള വിവരം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമുക്ക് കിട്ടും. ഇനി ലാഭത്തെയും നഷ്ടത്തെയും സംബന്ധിച്ച് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് കോസ്റ്റ് പ്രൈസാണ്. കോസ്റ്റ് പ്രൈസ്, the price at which an article is purchased is called its cost price, abbreviated as CP. ഈ ഡെഫിനീഷൻസൊക്കെ ഒരു സാധനം ഒരു വിലക്ക് വാങ്ങിയിട്ട് മറ്റൊരു വിലക്ക് അത് വിൽക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത്. വെറും കസ്റ്റമേഴ്സായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കടയിൽ പോയി സാധനം വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു P&L സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. കാരണം അയാൾ വാങ്ങുക എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതേസമയം ഒരു കടക്കാരനെ, ഒരു കച്ചവടം ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നുണ്ട്, അത് ജനങ്ങൾക്ക് അയാൾ വിൽക്കുന്നുമുണ്ട്. അതായത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് ഈ ഒരു കാണുന്ന ഫാക്റ്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്.
കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, പ്രോഫിറ്റ്, ലോസ്, ഡിസ്കൗണ്ട് പോലുള്ള ടേംസൊക്കെ അത്തരം ആളുകളിലേക്കാണ് കടന്നു വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുവാനാണ് ഈ ഒരു ഭാഗം നമ്മൾ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് അത് സ്വാധീനിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച്. ഒന്നാമത്തത് കോസ്റ്റ് പ്രൈസാണ്. ദ പ്രൈസ് അറ്റ് വിച്ച് ആൻ ആർട്ടിക്കിൾ ഈസ് പർച്ചേസ്ഡ് ഈസ് കോൾഡ് ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ്. ഒരു നമ്മൾ അരീക്കോട് ഉള്ള ഒരു കടക്കാരനാണെന്ന് വിചാരിക്കുക, ഒരു ചെരുപ്പ് കട നടത്തുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ദ പ്രൈസ് അറ്റ് വിച്ച് ആൻ ആർട്ടിക്കിൾ ഈസ് പർച്ചേസ്ഡ് ഈസ് കോൾഡ് കോസ്റ്റ് പ്രൈസ്. അയാൾ നമുക്ക് പറയുന്നൊരു VKC എന്ന് പറയുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. VKCയുടെ കമ്പനിയിൽ നിന്നും അയാൾ സാധനം ഇറക്കുന്നുണ്ട്. ആ ഇറക്കുമ്പോൾ ഒരു ചെരുപ്പിന് അയാൾക്കായിട്ടുള്ള വില 500 രൂപയാണെങ്കിൽ ആ വിലയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. കമ്പനിയിൽ നിന്ന് അയാൾ ഒരു ചെരുപ്പ് ഇറക്കിയപ്പോൾ അതിന് കൊടുക്കേണ്ട വിലയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് പ്രൈസ് എന്നുള്ളതിനെ ചുരുക്കി എഴുതിയിട്ടാണ് CP എന്നുള്ളത് നമ്മൾ വിളിക്കാറുള്ളത്, അബ്രീവിയേറ്റഡ് ആസ് CP. ഇനി സെല്ലിംഗ് പ്രൈസാണ്. ദ പ്രൈസ് അറ്റ് വിച്ച് ആൻ ആർട്ടിക്കിൾ ഈസ് സോൾഡ്. ദ പ്രൈസ് അറ്റ് വിച്ച് ആൻ ആർട്ടിക്കിൾ ഈസ് സോൾഡ്. ഒരു വസ്തു വിൽക്കപ്പെടുന്ന വിലയാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ SP, അബ്രീവിയേറ്റഡ് ആസ് SP എന്നുള്ളതാണ് സെല്ലിംഗ് പ്രൈസ് എന്നുള്ള ചുരുക്കെഴുത്ത് CSP. അപ്പോൾ ഈ 500 രൂപ കൊടുത്ത് കോസ്റ്റ് പ്രൈസായി 500 രൂപ കൊടുത്ത് ഒരു കടക്കാരൻ വാങ്ങി വെച്ച ചെരുപ്പ് ഞാൻ പോയി 600 രൂപക്കാണ് വാങ്ങുന്നതെങ്കിൽ, അതായത് അയാൾ വിൽക്കുന്നത്, കടക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ വിൽക്കുന്നത് 600 രൂപക്കാണെങ്കിൽ ആ വിലയാണ് സെല്ലിംഗ് പ്രൈസ് അഥവാ SP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് സ്ഥിരം അറിയുന്നതാണ് അല്ലേ, എല്ലാ കടക്കാരും ഒരു എമൗണ്ടിനൊരു സാധനം വാങ്ങിയിട്ട് അവർക്ക് ലാഭം കിട്ടുന്ന രൂപത്തിലാണത് വിൽക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയുന്നതാണ്. ഇനി മൂന്നാമത്തെ ഒരു ടേം പ്രോഫിറ്റ് ഓർ ഗെയിൻ. ഇഫ് SP ഈസ് ഗ്രേറ്റർ ദാൻ CP. SP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസാണ്. സെല്ലിംഗ് പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ CP. അങ്ങനെയല്ലേ വേണ്ടത്? ഒരു കടക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ വാങ്ങിയ വിലയേക്കാൾ കൂടുതൽ വിലക്കാവണം അയാൾ വിൽക്കേണ്ടത്. കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലാണ് സെല്ലിംഗ് പ്രൈസ് എങ്കിൽ ദെൻ സെല്ലർ ഈസ് സെഡ് ടു ഹാവ് എ പ്രോഫിറ്റ് ഓർ ഗെയിൻ. അപ്പോഴാണ് ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് ലാഭമാണ് അല്ലെങ്കിൽ നേട്ടമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസിനേക്കാൾ സെല്ലിംഗ് പ്രൈസ് കൂടുതലായിരിക്കണം. ഇനി ലോസ്, നഷ്ടം എപ്പോഴാണ് വരിക? ഇപ്പോൾ നമ്മൾ ആ ഒരു ചെരുപ്പിനെ സംബന്ധിച്ച് തന്നെ പറയുകയാണെങ്കിൽ 500 രൂപയ്ക്ക് അയാൾ വാങ്ങി വെച്ച ചെരുപ്പ് അത് 2 വർഷമായിട്ട് വിറ്റ് പോയില്ല എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ മോഡലൊക്കെ മാറി. പിന്നെ ഒരാൾ കയറി വന്നപ്പോൾ അയാൾ പറയണത് 300 രൂപയ്ക്ക് ആ ചെരുപ്പ് വിറ്റു എന്ന് വിചാരിക്കുക. മോഡലൊക്കെ മാറി അതിൻ്റെ ബലമൊക്കെ കുറഞ്ഞെന്ന് അയാൾക്ക് തോന്നിയപ്പോൾ ആ സാധനം വിറ്റ് പോകാൻ സാധ്യതയില്ല. ആ സമയത്ത് അയാൾ വന്നിട്ടുള്ളൊരു കസ്റ്റമറോട് 300 രൂപയ്ക്ക് അയാൾ കൊടുക്കുകയാണ്. അപ്പോൾ അയാൾക്ക് എന്താണ്? ലോസാണ്, നഷ്ടമാണ്. കാരണം എന്താ? ഇഫ് SP ഈസ് ലെസ് ദാൻ CP. നമുക്കറിയണതാണ്. ഞാനൊരു സാധനം വാങ്ങി അതിനേക്കാൾ കുറച്ച് വിൽക്കുകയാണെങ്കിൽ എനിക്ക് നഷ്ടമാണ് ഉണ്ടാകുക. അതാണ് പറയുന്നത് SP ഈസ് ലെസ് ദാൻ CP. കോസ്റ്റ് പ്രൈസിനേക്കാൾ സെല്ലിംഗ് പ്രൈസ് കുറവാണെങ്കിൽ ദ സെല്ലർ ഈസ് സെഡ് ടു ഹാവ് ഇൻക്ലൂഡ് എ ലോസ്. ആ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം, ആ വിൽപ്പനക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊരു നഷ്ടം നേരിട്ടിട്ടുണ്ട് എന്ന് പറയാം. ഇനി അവസാനത്തെ ടേമാണ് ഡിസ്കൗണ്ട്. The reduction given to the selling price of a product is the discount. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വേർഡാണ്. വില കുറച്ച് കൊടുക്കുന്ന ഒരു ഏർപ്പാട്.
ദ റിഡക്ഷൻ ഗിവൺ ടു ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് ദ ഡിസ്കൗണ്ട്. അപ്പോൾ ഒരു കടക്കാരനെ സംബന്ധിച്ചിടത്തോളം 500 രൂപയ്ക്ക് വാങ്ങിയ ചെരുപ്പ് അയാൾ 600 രൂപയാണ് വില ഇട്ടത്. വിൽക്കുന്ന നമ്മൾ ചെല്ലുമ്പോൾ 600 രൂപക്കാണ് കിട്ടുക. അതേസമയം അയാൾ അവിടെ ഒരു 10% ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചാൽ എന്തായിരിക്കും? 600 രൂപയാണ് അയാളുടെ വിൽക്കണ വില എങ്കിൽ അതിൻ്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 രൂപ. 60 രൂപ കുറച്ചിട്ടാണ് അയാൾ കൊടുക്കുക. ആ ഒരു കുറവിനെയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. എന്നാലും 540 രൂപയ്ക്ക് അയാൾക്ക് വിൽക്കാൻ പറ്റും. 40 രൂപ അപ്പോഴും അയാൾക്ക് ലാഭമാണ്. പക്ഷേ ഡിസ്കൗണ്ട് അവിടെ കസ്റ്റമർക്ക് കിട്ടിയിട്ടുണ്ട്. ദ റിഡക്ഷൻ ഗിവൺ ഇൻ ടു ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് ദ ഡിസ്കൗണ്ട്. അതായത് വിൽക്കാൻ വെച്ചിട്ടുള്ള വിലയിൽ നിന്നാണ് ഒരു ഡിസ്കൗണ്ട് കൊടുക്കേണ്ടത്. അല്ലാതെ കോസ്റ്റ് പ്രൈസിൽ ഡിസ്കൗണ്ട് കൊടുത്താൽ നഷ്ടം മാത്രമായിരിക്കും ഉണ്ടാവുക, അല്ലേ? വാങ്ങിയ വിലയിൽ ഡിസ്കൗണ്ട് കൊടുക്കാൻ കഴിയില്ല. സെല്ലിംഗ് പ്രൈസിൽ വിൽക്കുന്ന വിലയിൽ ഡിസ്കൗണ്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോഴും അദ്ദേഹത്തിന് ഒരു ലാഭം, നിശ്ചിത ലാഭം സാധാരണഗതിയിൽ ഉണ്ടാവും. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് പറയുന്നുണ്ട്. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ അത്യാവശ്യം വേണ്ടി വരുന്ന കാര്യങ്ങളാണ്. അതിൽ ആദ്യം പറഞ്ഞത് പ്രോഫിറ്റ് ഓർ ഗെയിൻ നമുക്കറിയുന്നതാണ്. പ്രോഫിറ്റ് ഓർ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റ വില മൈനസ് വാങ്ങിയ വില, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. ശരിയല്ലേ? അപ്പോഴല്ലേ പ്രോഫിറ്റ് ഉണ്ടാകുക? വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറച്ചാൽ ഒരു എമൗണ്ട് ബാക്കി നിൽക്കുമ്പോഴാണ് ലാഭം ഉണ്ടാകുക. അതേസമയം ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. വാങ്ങിയ വിലയേക്കാൾ വിറ്റ വില കുറവാകുമ്പോഴാണ് ലോസ് വരുന്നത്. നമുക്കറിയുന്ന സംഗതിയാണ്. ഇപ്പോൾ ഒന്നാമത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ 600 രൂപയ്ക്ക് ചെരുപ്പ് വിറ്റു, വാങ്ങിയത് 500 രൂപക്കായിരുന്നു. ഇപ്പോൾ 100 രൂപ ലാഭമാണ്. നഷ്ടത്തിൽ 500 രൂപയുടെ ചെരുപ്പ് 300 രൂപയ്ക്ക് വിറ്റപ്പോൾ 200 രൂപ നഷ്ടമുണ്ടായി. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ലോസ് ഓർ ഗെയിൻ ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ CP. കോസ്റ്റ് പ്രൈസുമായി ബന്ധപ്പെട്ടിട്ടാണ് ലാഭവും നഷ്ടവും കണക്കാക്കുക. അത് ശരിയാണ്, അല്ലേ? കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലാണ് സെല്ലിംഗ് പ്രൈസെങ്കിൽ ലാഭവും, കോസ്റ്റ് പ്രൈസിനേക്കാൾ കുറവാണ് സെല്ലിംഗ് പ്രൈസെങ്കിൽ നഷ്ടവുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിയ വിലയെ കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലാഭവും നഷ്ടവും പറയാറുള്ളത്. ഇനി നാലാമത്തെ ടേം പ്രോഫിറ്റ് ഓർ ഗെയിൻ ഈസ് ഓൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. ലാഭമായാലും നഷ്ടമായാലും അത് ശതമാനക്കണക്കിൽ പറയാറുണ്ട്. ഇപ്പോൾ ഒരു കച്ചവടക്കാരൻ അയാൾ വാങ്ങുന്ന സാധനത്തിൻ്റെ, അയാൾ ആ കടയിലേക്ക് വാങ്ങി വെക്കുന്ന എല്ലാ സാധനങ്ങളും 10% ലാഭത്തിനാണ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് വാങ്ങിയ സാധനം അയാൾ 10% എന്ന് പറയുമ്പോൾ 110 രൂപയ്ക്ക് കൊടുക്കും. 200 രൂപയ്ക്ക് വാങ്ങിയതാണെങ്കിൽ 220 രൂപയ്ക്ക് കൊടുക്കും. 1000 രൂപയുടെ സാധനമാണെങ്കിൽ 1100 രൂപയ്ക്ക് കൊടുക്കും. അതായത് ശതമാനത്തിലാണ് പലപ്പോഴും ലാഭവും നഷ്ടവും പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു ലാഭത്തിൻ്റെ, പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ് തന്നിട്ടുള്ളത്? ഒരു ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ഒരാൾക്ക് 100 രൂപ അല്ലെങ്കിൽ 10 രൂപ ലാഭമുണ്ടായി നോക്കുക. ഗെയിൻ ഇൻറ്റു 100 / CP എന്നാണ് കൊടുത്തിട്ടുള്ളത്. ശതമാനം കാണാനുള്ള ഇക്വേഷനാണ് ലാഭത്തിൻ്റെ ശതമാനം. എങ്ങനെ? ഇപ്പോൾ ഒരാൾക്ക് ലാഭം ഉണ്ടായത് 10 രൂപയാണെന്ന് വിചാരിക്കുക. 10 രൂപ ഡിവൈഡഡ് ബൈ എന്താണ് CP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വാങ്ങിയത് എത്ര, കോസ്റ്റ് പ്രൈസ് ഒരു 50 രൂപയാണെന്ന് വിചാരിക്കുക. നമ്മൾ 10/50 ഇൻറ്റു 100 മുകളിലാണ്. 100ഉം 50ഉം തമ്മിൽ വെട്ടിയാൽ 2 വരും. 2 × 10 20% ലാഭം, അല്ലേ? ശരിയല്ലേ? എങ്ങനെ വരുന്നത്? അതായത് 50 രൂപയ്ക്ക് വാങ്ങിയ സാധനം 10 രൂപ ലാഭത്തിന് വിറ്റാൽ 60 രൂപ വരും. ശരിയല്ലേ?
50 രൂപക്ക് വാങ്ങിയ സാധനം 10 രൂപ ലാഭത്തിൽ വിറ്റ് കഴിഞ്ഞാൽ 60 രൂപക്കാണ് വിറ്റത്. അപ്പോൾ അയാളെ ലാഭം എന്ന് പറയുന്നത് 10 രൂപയാണ്. അത് എത്ര ശതമാനമാണ്? 50ൻ്റെ എത്ര ശതമാനമാണ് 10 എന്ന് പറയുന്നത്? 20ആണ്. കാരണം 50ൻ്റെ 10% എന്ന് പറയുന്നത് 5 രൂപയാണ്. 50ൻ്റെ 20% 10 രൂപ. ആ 20% ലാഭം എടുത്തത് എന്ന് കിട്ടുന്നത് ഈ ഗെയിൻ എന്നുള്ളിടത്ത് 10 രൂപ ആണ് ലാഭം. ആ 10 × 100 എഴുതി ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് 50 രൂപയായിരുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വില ഈ പറയുന്ന രൂപയായിരിക്കും. പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഇനി ലോസ് പേഴ്സൻറ്റേജ്, നഷ്ടത്തിൻ്റെ ശതമാനം കാണാൻ എന്താണ്? ഇവിടെ ഗെയിനാണ് ഇട്ടിട്ടുള്ളതെങ്കിൽ അതിന് വേറെ ലോസ് ഇട്ടാൽ മതി. നഷ്ടം വന്നത് ഇപ്പോൾ 10 രൂപയാണ് നഷ്ടം വന്നതെന്ന് വിചാരിക്കുക. അതേ 50 രൂപയുടെ സാധനം തന്നെ 10 രൂപ നഷ്ടത്തിൽ 40 രൂപക്കാണ് കൊടുത്തതെങ്കിൽ ഇവിടെ എത്രയാണ് നഷ്ടം എന്ന് പറയുന്നത്? 10ആണ്. 10 × 100 ഡിവൈഡഡ് ബൈ CP എത്രയാണ്? 50 തന്നെയാണ് അല്ലേ? 50 ആകുമ്പോൾ വീണ്ടും എന്തായി? 10 × 100 ബൈ 50 എന്ന് പറയുമ്പോൾ വീണ്ടും 20 തന്നെ കിട്ടും. 20% നഷ്ടത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നഷ്ടത്തിൻ്റെ ശതമാനവും 20 എന്നുള്ളത് അവിടെ എഴുതുവാൻ സാധിക്കും. അപ്പോൾ 50 രൂപയുടെ സാധനം 10 രൂപ ലാഭത്തിൽ വിറ്റാൽ അല്ലെങ്കിൽ 10 രൂപ നഷ്ടത്തിൽ വിറ്റാൽ ആ നഷ്ടത്തിൻ്റെയും ലാഭത്തിൻ്റെയും ശതമാനം കാണാനുള്ള ഇക്വേഷനാണ് ഈ രണ്ടെണ്ണം. മനസ്സിലായോ? അതായത് കിട്ടിയ ലാഭം എത്രയാണോ അതേ ഗുണം 100 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്, അതേ അല്ലെങ്കിൽ നഷ്ടം × 100 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്. ഓക്കെ. മറ്റൊരു ടേം സെല്ലിംഗ് പ്രൈസ്. എത്ര രൂപക്കാണ് വിറ്റത് എന്നുള്ളത് ശതമാനക്കണക്ക് തന്നു കഴിഞ്ഞാൽ ഒരാൾ പറയാണ് ഞാൻ 20% ലാഭത്തിനാണ് വിറ്റത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപക്കാണ് വിറ്റത് എന്നുള്ളത് കാണാനുള്ള ഇക്വേഷനാണ് ഇപ്പോൾ ഇത്. ഇപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഒരാൾ പറയുകയാണ് 20% ലാഭത്തിനാണ് വിറ്റത് എന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക. അയാൾ വാങ്ങിയത് എത്ര രൂപക്കാവട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 100 + 20% അല്ലേ? അപ്പോൾ ഗെയിൻ പേഴ്സൻറ്റേജ് 20% എന്ന് എഴുതും. 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 എന്ന് എഴുതിയാൽ മതി. ഡിവൈഡഡ് ബൈ 100, ശതമാനത്തിന് വരാണ് 100 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 100 + 20 അപ്പോൾ എത്രയായി? 120 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 1.20 എന്ന് വരും അല്ലേ? 100 + 20 120 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 1.20 ഇൻറ്റു കോസ്റ്റ് പ്രൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ 50 രൂപക്കാണ് ആ സാധനം വാങ്ങിയതെന്ന് വിചാരിക്കുക. കോസ്റ്റ് പ്രൈസ് കേട്ടോ, കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളാണ് പറയുന്നത്. 50 രൂപക്ക് വാങ്ങിയിട്ടുള്ള ഒരു നോട്ട് പുസ്തകമാണെന്ന് വിചാരിക്കുക. അയാളത് 20% ലാഭത്തിന് വിറ്റാൽ എത്ര രൂപക്കാണ് വിറ്റതെന്നാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്തു? 100 + 20% ലാഭം എടുത്തപ്പോൾ 20 എന്ന് എഴുതി ഡിവൈഡ് ബൈ 100. അപ്പോൾ 120/100 1.20 ഇൻറ്റു കോസ്റ്റ് പ്രൈസ് 50 രൂപയാണ് അയാൾ വാങ്ങിയതെങ്കിൽ 1.20 ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ അത് വീണ്ടും എത്ര വരും? 60 രൂപ എന്ന് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് 60 രൂപക്കായിട്ട് മാറും. വിറ്റ വില 60 രൂപ. കുറച്ച് നേരത്തെ നമ്മൾ വിറ്റ വില അറിഞ്ഞിട്ട് ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ശതമാനമാണ് കണക്കാക്കിയിരുന്നതെങ്കിൽ ഇത് നേരെ തിരിച്ചാണ്, സെല്ലിംഗ് പ്രൈസാണ്. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. ഇനി സെല്ലിംഗ് പ്രൈസ് നഷ്ടത്തിലാണെന്നുള്ളതെങ്കിൽ, അതായത് തന്നിട്ടുള്ളത് 20% നഷ്ടത്തിനാണ് വിറ്റതെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? കഴിഞ്ഞത് 100% 100 + ഗെയിൻ പേഴ്സൻറ്റേജ് ആണെങ്കിൽ, അതായത് 100% കോസ്റ്റ് പ്രൈസിൻ്റെ 100%ത്തിൻ്റെ കൂടെ 20% ലാഭത്തിനാണ് വിറ്റതെങ്കിൽ അത് കൂട്ടിയിട്ട് എഴുതിയതെങ്കിൽ, ഇവിടെ സെല്ലിംഗ് പ്രൈസ് നഷ്ടത്തിലാണെങ്കിൽ എന്ത് എഴുതേണ്ടത്? 100% മൈനസ് ലോസ് പേഴ്സൻറ്റേജ് അല്ലേ? 100%ത്തിൽ നിന്ന് 20% നഷ്ടത്തിലാണ് വിറ്റത് ഡിവൈഡഡ് ബൈ 100. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 നിന്ന് 20 പോയാൽ 80. 80/100 എന്ന് പറയുമ്പോൾ 0.80 ഇൻറ്റു CP. 50 രൂപയുടെ നോട്ട് പുസ്തകമാണെങ്കിൽ
0.8 ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ 40 എന്നാണ് കിട്ടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റ വില 40 രൂപയായിരിക്കും. 50 രൂപക്ക് വാങ്ങിയ നോട്ട് പുസ്തകം 20% നഷ്ടത്തിൽ വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 രൂപക്കാണ് വിറ്റത്. ഓക്കെ, അപ്പോൾ ആദ്യം കോസ്റ്റ് പ്രൈസ് തന്നിട്ട് ലാഭം എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭത്തിൻ്റെ ശതമാനം, അല്ലെങ്കിൽ നഷ്ടം എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടത്തിൻ്റെ ശതമാനം കാണാനുള്ള 2 ഇക്വേഷൻസാണ് ഇതെങ്കിൽ, പിന്നെ ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ശതമാനങ്ങൾ തന്നിട്ട് വിറ്റ വില കാണാനുള്ള ഇക്വേഷൻസാണ്. ഇപ്പോൾ 6ഉം 7ഉം എന്ന് പറയുന്ന 2 ഇക്വേഷൻസ് ഇവിടെ പഠിച്ചു. ഇനി നമ്മളോട് പറയാണ് ശതമാനം തന്നിട്ടുണ്ട്, വിറ്റ വിലയും തന്നിട്ടുണ്ട്, വാങ്ങിയ വില എന്താണെന്നുള്ളൊരു ചോദ്യം വരാം അല്ലേ. ഇവിടെ ഇപ്പോൾ ആദ്യത്തേൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ലാഭം എത്രയെന്നുള്ളതുണ്ട്, വാങ്ങിയ വില എത്രയെന്നുള്ളതുണ്ട്. എന്നിട്ട് ലാഭത്തിൻ്റെ ശതമാനം കാണാൻ പറഞ്ഞു. അല്ലെങ്കിൽ നഷ്ടം, വാങ്ങിയ വില, നഷ്ടത്തിൻ്റെ ശതമാനം. ഇവിടെ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വിലയുണ്ട്, ശതമാനമുണ്ട്. ലാഭമാകട്ടെ നഷ്ടമാകട്ടെ ശതമാനമുണ്ട്. അങ്ങനെയാണെങ്കിൽ വിറ്റ വില കാണാൻ പറഞ്ഞു. അതിൻ്റെ ഇക്വേഷൻസാണ് ഇത് 2. ഇനി ഇവിടെ SP ഉണ്ട്, വിറ്റ വിലയുണ്ട്, ശതമാനവും ഉണ്ട്. അതായത് വാങ്ങിയ ശതമാനവും ലാഭമായാലും നഷ്ടമായാലും അതിൻ്റെ ശതമാനക്കണക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അത് വാങ്ങിയ വില എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ കാണിച്ചിട്ടുള്ളതിൻ്റെ നേരെ റെസിപ്രോക്കൽ എടുത്താൽ മതി അല്ലേ. സെല്ലിംഗ് പ്രൈസാണ് കാണേണ്ടതെങ്കിൽ ഈ 100+ or 100- കൊടുക്കുന്നത് മുകളിലാണ് അല്ലേ, ന്യൂമറേറ്ററിലാണ്. ഇവിടെ ശ്രദ്ധിക്കുക, 100/100+ ഗെയിൻ പെർസെൻറ്റേജ് ഇൻറ്റു SP ആണ് CP കാണാനുള്ള ഇക്വേഷൻ. നഷ്ടമാണെങ്കിൽ 100/100 - ലോസ് പെർസെൻറ്റേജ്. അതായത് SP കാണുന്ന ഇക്വേഷന് SPയും CPയും തമ്മിൽ മാറില്ലേ. ഇവിടെ SP ആണെങ്കിൽ ഇവിടെ CP ആണ് വരുന്നത്, ഇതിനകത്ത് CP ആണെങ്കിൽ ഇവിടെ SP വന്നു, അത് മാറി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. പിന്നെ മാറ്റം എന്താ, ഈ 100+ ഗെയിൻ പെർസെൻറ്റേജ് /100 എന്നുള്ളത് നേരെ റെസിപ്രോക്കൽ വന്നു. 100 മുകളിലും താഴെ 100+ ഗെയിൻ പെർസെൻറ്റേജ്. ഇനി ലോസ് ആണെങ്കിൽ 100 - ലോസ് /100 എന്നുള്ളത് തിരിച്ച് 100/100 - ലോസ് പെർസെൻറ്റേജ് എന്ന് വന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. കോസ്റ്റ് പ്രൈസ് ചോദിച്ചാലും സെല്ലിംഗ് പ്രൈസ് ചോദിച്ചാലും ശതമാനം ചോദിച്ചാലും എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളതിനുള്ള ഇക്വേഷൻസാണ്. കാരണം പ്രോബ്ലം വളരെ എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ ഇക്വേഷൻസ് അറിഞ്ഞിരുന്നാൽ പെട്ടെന്ന് സാധിക്കും. 10ാമതായിട്ട്, ഇഫ് ആൻ ആർട്ടിക്കിൾ ഈസ് സോൾഡ് അറ്റ് ഗെയിൻ ഓഫ് സേ പെർസെൻറ്റേജ് 35%, ദെൻ SP = 135% ഓഫ് CP. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരാളൊരു വസ്തു വിറ്റിട്ടുള്ളത് 35% ലാഭത്തിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അയാൾ വാങ്ങിയ വിലയുടെ 135% അല്ലേ. ഇപ്പോൾ 100 രൂപക്ക് വാങ്ങിയ ഒരു വസ്തു 35% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 135 രൂപക്കാണ് വിറ്റിട്ടുണ്ടാകുക. അതെന്ന് പറയുന്നത് 100ൻ്റെ 135%. അതേപോലെ ഒരാൾ ഇഫ് ആൻ ആർട്ടിക്കിൾ ഈസ് സോൾഡ് അറ്റ് ലോസ് ഓഫ് സേ 35%, 35% നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100%-ൽ നിന്ന് 35 കുറച്ച് 65%-നാണ് അത് വിറ്റത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു 2 തവണ വീണ്ടും കേൾക്കണം, എന്നാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ദിവസം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഇതിൽ തന്നെ ബാക്കി പ്രോബ്ലംസൊക്കെ ഉണ്ട്, പക്ഷേ അത് ഇന്ന് ഇത്രയും കാര്യങ്ങൾ മതി. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും കൃത്യമായി കേട്ട് മനസ്സിലാക്കിയിരിക്കുക. ബാക്കി പ്രോബ്ലം നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഓക്കെ.